എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രണ്ട്സി പൂൾ. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് നിതിൻ, കൂടെ മെഗുവും ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ട്രെയിലർ ബ്രേക്ക് ഡൗൺ ആണ്. MCUവിൻ്റെ നെക്സ്റ്റ് ഒരു സംഭവത്തിൻ്റെ ട്രെയിലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് മുമ്പൊരു ടീസർ ഇറക്കിയതാണ്, പക്ഷേ ദിസ് ടൈം ഒരു പ്രോപ്പർ ട്രെയിലറാണ്. കുറച്ചും കൂടി കൂടുതൽ ഡീറ്റെയിൽസും ഉണ്ട്. ക്യാപ്റ്റൻ അമേരിക്ക ഫോർത്ത് പാർട്ടാണ്, ബ്രേവ് ന്യൂ വേൾഡ്. സോ ഇതിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആൻഡ് സോ ഈ ഒരു മൂവിയിൽ സാം വിൽസന്റെ കഥാപാത്രമാണ് ഇപ്പോൾ ക്യാപ്റ്റൻ അമേരിക്ക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സാം വിൽസനെ അഭിനയിക്കുന്നത് ആന്റണി മാക്കി എന്ന ആക്ടറാണ്. സോ ഈ ഒരു ക്യാരക്ടർ വീണ്ടും തിരിച്ചു വരികയാണ്. കുറച്ച് അത്യാവശ്യം കുറേ വില്ലൻസും ഉണ്ട്, കുറേ സർപ്രൈസസ് ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. ഈ ഒരു മൂവിയുടെ ട്രെയിലർ നല്ലൊരു അടിപൊളി ട്രെയിലർ തന്നെയാണെന്ന് പറയാം. നിരവധി ആക്ഷൻ സീൻസും ഫൈറ്റ് സീൻസും ഉണ്ട്. അതുപോലെ തന്നെ സ്യൂട്ടിന്റെ കുറേ സീൻസ് കാണിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് റെഡ് ഹൾക്ക് ഉണ്ടെന്ന് അറിയാം. റെഡ് ഹൾക്കിന്റെ ഒരു നല്ല ലുക്കും കാണിക്കുന്നുണ്ട്. സോ നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പോവാം ഈ ഒരു ട്രെയിലറിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. ട്രെയിലറിന്റെ തുടക്കത്തിലെ കാര്യത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇസയ ബ്രാഡ്ലി ഈ ഒരു ക്യാരക്ടറിനെ നമ്മൾ ഫാൽക്കൺ ആൻഡ് ദ വിന്റർ സോൾജറിൽ കണ്ടിട്ടുള്ളതാണ്. സ്റ്റീവ് റോജേഴ്സ് പോലെ തന്നെ ഒരു സൂപ്പർ സോൾജറാണ് ഈ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഒരു ക്യാരക്ടർ ജയിലിലാണുള്ളത്. നമ്മുടെ സാം, അതായത് ആന്റണി മാക്കിയുടെ കഥാപാത്രം ഈ ക്യാരക്ടറായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവരുടെ സംസാരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസയ പ്രസിഡന്റായ താഡിയസ് റോസിനെ അറ്റാക്ക് ചെയ്തതിനെ പറ്റിയിട്ടാണ്. താഡിയസ് റോസ് എന്ന കഥാപാത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, ഈ ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് ഹാരിസൺ ഫോർഡാണ്. ഈ ഒരു ആക്ടറെ നമുക്ക് എല്ലാവർക്കും അറിയാം. സ്റ്റാർ വാർസ്, ഇന്ത്യാന ജോൺസ്, ഇങ്ങനത്തെ പല ഫേമസ് ആയിട്ടുള്ള മൂവീസിലൊക്കെ ഉള്ള ഒരു ആക്ടറാണ്. അപ്പോൾ ഇദ്ദേഹം റീപ്ലേസ് ചെയ്യുന്നത് ആക്ച്വലി വേറൊരു ആക്ടറിനെയാണ്, വില്യം ഹേർട്ട്. വില്യം ഹേർട്ട് മരിച്ചുപോയ കാരണമാണ് ഹാരിസൺ ഫോർഡ് ഈ ക്യാരക്ടറായിട്ട് റീപ്ലേസ് ആയത്. അപ്പോൾ വില്യം ഹേർട്ടിനെ നമുക്ക് പറയുകയാണെങ്കിൽ, ഈ ഒരു പാഡിസ് റോസിന്റെ കഥാപാത്രം ഇൻക്രെഡിബിൾ ഹൾക്ക് തൊട്ടിട്ട് ഇവഞ്ചസ് ഇൻഫിനിറ്റി വാർ വരെ അഭിനയിച്ചിട്ടുണ്ട്. പ്രസിഡന്റായ താഡിയസ് റോസിനെ ഇസയ ബ്രാഡ്ലി ഒരു ഫംഗ്ഷനിൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു സീക്വൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇസയ്ക്ക് പക്ഷേ ഒരു ഓർമ്മയില്ല എന്താ ഉണ്ടായിട്ടുള്ള എന്നതാണ്. എന്തോ ഒരു മൈൻഡ് കൺട്രോളോ അല്ലെങ്കിൽ എന്തോ ഒരു മെന്റൽ കണ്ടീഷനിങ് ആണ് നമ്മുടെ വിന്റർ സോൾജർ പോലെ. അപ്പോൾ ഈ ഒരു സംഭവം കാരണം പുള്ളിക്കാരൻ ജയിലിൽ കിടക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സാമിന്റെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്, വാട്ട് എവർ ദിസ് ഇസ് ബി കെയർഫുൾ ക്യാപ്. കാരണം എന്താണ് നടന്നിട്ടുള്ളതെന്ന് അവര് വ്യക്തമാക്കിയിട്ടില്ല. ആൻഡ് ഇത് ഒരു വില്ലന്റെ ഒരു വലിയ പ്ലാൻ തന്നെയാവാം ഈ ഒരു സംഭവം. ഈ ഒരു ട്രെയിലറിൽ വേറെ സീക്വൻസിലും പലരും മൈൻഡ് കൺട്രോൾ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് ഓഫ്കോഴ്സ് പ്രസിഡന്റ് റോസ് തന്റെ സെക്യൂരിറ്റിയോ തന്റെ കൂടെയുള്ള ഒരു ക്യാരക്ടറായിട്ട് സംസാരിക്കുന്നതാണ്. ഇതൊരു ഫീമെയിൽ ക്യാരക്ടറാണ്. ആൻഡ് ഈ ഒരു ക്യാരക്ടർ കുറച്ച് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു മൂവിയിൽ. കാരണം ട്രെയിലറിൽ നിരവധി സീനിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ക്യാരക്ടറിന്. ആൻഡ് ഇറ്റ് ലുക്സ് ടു ബി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്ന് തോന്നുന്നു ഈ ഒരു മൂവിയിൽ. ഈ ഒരു ക്യാരക്ടർ പ്രസിഡന്റ് അടുത്ത് പറയുകയാണ് ഇതൊരു കോർഡിനേറ്റഡ് അറ്റാക്ക് ആണെന്നുള്ളതാണ്. പിന്നെ ഒരു സീൻ എടുത്തു പറയാനുള്ളത് സാമും പ്രസിഡന്റും തമ്മിലാണ്. കാരണം സാം പ്രസിഡന്റ് അടുത്ത് പറയാൻ പോവുകയാണ് ഡേഞ്ചറിലാണെന്നുള്ളത്. പക്ഷെ അതിന് മറുപടി ആ ഒരു ഹാരിസൺ ഫോർഡിന്റെ താഡിയസ് റോൾട്ട് ഭയങ്കര ഒരു ഹാർഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ്. ആൻഡ് ഹി സേസ് You're not Steve Rogers. ആ ഒരു ഡയലോഗിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഒരു അക്സെപ്റ്റൻസ് ആണ്. അതായത് സാം വിൽസൺ ക്യാപ്റ്റൻ അമേരിക്ക ആണെന്നുള്ളൊരു അക്സെപ്റ്റൻസ് ഇപ്പോഴും കുറെ പേർക്ക് അത് ഇല്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് സ്യൂട്ടിനെ പറ്റിയിട്ടാണ്. സ്യൂട്ടിന്റെ കുറെ സീൻസ് കാണിക്കുന്നുണ്ട്. വിങ്സ് ഒക്കെ നല്ല ഡിഫറെന്റ് ആണ്. നമ്മുടെ ആ ഒരു വിന്റർ സോൾജറിന്റെ സ്യൂട്ടിൽ നിന്നൊക്കെ നല്ല ഡിഫറെന്റ് ആണ്. പിന്നെ പറയാനുള്ളത് ഒരു ഒരു ഫേസിലൊരു മാസ്ക് പോലെ കാണിക്കുന്നുണ്ട്. ആൻഡ് ഇത് ബ്രീത്ത് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. പിന്നെ പറയാനുള്ളത് ഓഫ്കോഴ്സ് ട്രെയിലറിന്റെ അവസാനമാകുമ്പോൾ ആ ഒരു വിങ്സിന്റെ ഷാർപ്നെസ് കാണിക്കുന്നുണ്ട്. ആ ഒരു കാറ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ആവുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല ഫൈറ്റ് സീക്വൻസുകളുണ്ട്. CGI കുറച്ച് ഡൗൺ ആയ പോലെയുണ്ട്. ഓഫ്കോഴ്സ് അത് മൂവി ഇറങ്ങുമ്പോഴേക്കും കുറെ റിഫൈൻഡ് ആവും. കാരണം ആ ഒരു സൂപ്പർ ഹീറോ ലാൻഡിങ് പോലത്തെ ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാണിക്കുമ്പോൾ കുറച്ച് ഓടായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ സ്യൂട്ടിൽ നിന്നുള്ള ഒരു പവർ കാണിക്കുന്നുണ്ട്. ആ ഒരു സോണിക് ബൂം പോലത്തെ ഒരു പവർ കാണിക്കുന്നുണ്ട്. അടുത്ത നമുക്ക് പറയാനുള്ളത് ഓഫ്കോഴ്സ് സാമിന്റെ കൂടെ ഒരു സൈഡ് കിക്ക് ഉള്ളതാണ്. അത് വൊക്കീൻ ടോറസ് ആണ് കൂടുതലുള്ള ഒരു ക്യാരക്ടർ. ഫാൽക്കൺ ആൻഡ് വിന്റർ സോൾജറിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഒരു ക്യാരക്ടറിനെ. സോ ഈ ഒരു ക്യാരക്ടറിന്റെ ബാക്കിലും
ഒരു പാക്ക് കാണാനുണ്ട്. ആ ഒരു ഫാൽക്കന്റെ പോലത്തെ ഒരു പാക്ക്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് പുതിയ ഫാൽക്കൺ ആവും. കാരണം ക്യാപ്റ്റൻ അമേരിക്കയുടെ ആ ഒരു മാന്റിൽ സാമുവൽസൺ എടുത്തതിന് ശേഷം ഒരു ഫാൽക്കൺ വരുന്നത് ഈ ഒരു സൈഡ് കിക്ക് ആയിരിക്കും. അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള എക്സ്പ്ലോഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ബാറ്റിൽ ഷിപ്സിലേക്ക് ആ മിസൈൽസ് വന്ന് വീഴുന്നതും വൈറ്റ് ഹൗസ് തകരുന്ന സീനും വരെയൊക്കെ വലിയ രീതിയിലുള്ള ബിഗ് സ്കെയിൽ എക്സ്പ്ലോഷൻസും ഡിസ്ട്രക്ഷൻസും ഈ ഒരു മൂവിയിൽ ഉണ്ട്. പിന്നത്തെ ഒരു കാര്യം പറയാനുള്ളത് ഇതിലത്തെ മറ്റൊരു വില്ലനെ പറ്റിയിട്ടാണ്. ആൻഡ് ദ ലീഡർ, ഈ ഒരു വില്ലനെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു മൂവിയിൽ ഉണ്ടാവും എന്നുള്ളത്. ഈ വില്ലനെ പറ്റി പറയുകയാണെങ്കിൽ ആക്ച്വലി ദ ഇൻക്രെഡിബിൾ ഹൾക്ക് എന്ന മൂവിയിൽ ഒരു പ്രൊഫസറായ സാമ്യുവൽ സ്റ്റേൺസിന് ബ്രൂസ് ബാനറിന്റെ ബ്ലഡ് കാരണം കണ്ടാമിനേറ്റ് ആവുന്നതാണ്. ആ ഒരു കണ്ടാമിനേഷൻ കാരണം ഇദ്ദേഹത്തിന്റെ തല വലുതാവുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട് ആ ഒരു മൂവിയിൽ. സോ ഈ ഒരു ക്യാരക്ടർ കൂടി ഈ ഒരു മൂവിയിലുണ്ട്. ട്രെയിലറിൽ ഒഫീഷ്യലായിട്ട് കാണിച്ചിട്ടില്ല, ബട്ട് ഓഫ് കോഴ്സ് ഇൻ ദ മൂവി ഇറ്റ് ഇസ് ദെയർ. ക്രെഡിറ്റ്സിലും അനൗൺസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വില്ലൻ ക്യാരക്ടർ. ആൻഡ് ഈ ഒരു വില്ലൻ ക്യാരക്ടർ ആവാം എല്ലാത്തിൻ്റെയും പിന്നിൽ. പിന്നത്തെ ഒരു സീൻ ഇതിൽ പറയാനുള്ളത് സാമും സൈഡ് കിക്കായ ടോറസും കൂടി പോലീസുകാർ ക്യാപ്ചർ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഹാരിസൺ ഫോർഡിന്റെ പ്രസിഡന്റ് ക്യാരക്ടറിന്റെ ഓർഡർ പ്രകാരം അവരെ ക്യാപ്ചർ ചെയ്യുന്നതായിരിക്കാം. ഇത് നമുക്ക് അഫ്കോഴ്സ് ഒരു ത്രോ ബാക്ക് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ റോസ് ഇതേപോലെ തന്നെ സ്റ്റീവ് റോജേഴ്സിനെ സിവിൽ വാറിൽ അറസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രെയിലറിൽ കാണിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ആക്ടറാണ്, അത്യാവശ്യം ഫേമസ് ആണ്, ജിയാൻ കാർലോ എസ്പോസിറ്റോ. ഇദ്ദേഹം നമുക്കറിയാം ആ ഒരു ബ്രേക്കിംഗ് ബാഡിലത്തെ നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആയിരുന്നു. ഈ ഒരു ആക്ടർ ഇതിൽ സൈഡ് വൈൻഡർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതൊരു സയന്റിസ്റ്റ് ആണ് ആൻഡ് ഓൾസോ സർപ്പൻ സൊസൈറ്റിയുടെ ലീഡറും കൂടിയാണ്. പിന്നെ ഈ ട്രെയിലറിലത്തെ അഫ്കോഴ്സ് മെയിൻ ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത് ഹാരിസൺ ഫോർഡിന്റെ റെഡ് ഹൾക്ക് തന്നെയാണ്. ഈ ഒരു സീന് കാണിക്കുന്നത് പുള്ളിക്കാരൻ മുട്ടുകുത്തി നിൽക്കുന്ന സമയത്ത് ട്രാൻസ്ഫോം ആവുന്നതാണ്. അത് പുള്ളിക്കാരൻ എന്തെങ്കിലും അറ്റാക്ക് ചെയ്തതിന് ശേഷം ആവുന്നതാണോ എന്താണെന്ന് അറിഞ്ഞൂടാ. ആൻഡ് ഹി ട്രാൻസ്ഫോംസ് ഇൻ ടു ദ റെഡ് ഹൾക്ക്. റെഡ് ഹൾക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രൂസ് ബാനറിന്റെ ഗ്രീൻ കളർ ഹൾക്കായിട്ട് നല്ല ഡിഫറെന്റ് ആണ്. കാരണം ഈ ഒരു റെഡ് ഹൾക്ക് കൂടുതൽ ദേഷ്യമാവുമ്പോൾ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഫയർ എബിലിറ്റീസും ഉണ്ട് ഈ ഒരു ഹൾക്കിന്. അപ്പോൾ പുള്ളിക്കാരന്റെ ആ ഒരു ദേഷ്യം കൂടുന്തോറും പുള്ളിക്കാരന്റെ ശരീരത്തിലുള്ള ആ ഒരു ചൂടും കൂടിക്കൊണ്ട് ആ ഒരു ട്രെയിലറിൽ കാണിക്കുകയാണെങ്കിൽ ആ ഒരു ഡ്രസ്സൊക്കെ ഇങ്ങനെ കത്തിപ്പോണ സീൻ സ്ലോലി കാണാം. അപ്പോൾ പുള്ളിക്കാരന്റെ പവേഴ്സ് ആ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫ്ലെയിം റിലേറ്റഡ് ഫയർ റിലേറ്റഡും ഉണ്ട്. കൈ നിലത്ത് ഇങ്ങനെ കുത്തുമ്പോൾ അത് ഫയർ വരുന്ന പോലത്തെ കാണാം. ആൻഡ് ഓൾസോ ഒരു എക്സ്പ്ലോഷൻ സീനും കാണിക്കുന്നുണ്ട്. അത് റെഡ് ഹൾക്കിന്റെ കയ്യിൽ നിന്ന് തന്നെ ഉണ്ടാവുന്നതാണ്. ദിസ് ഇസ് റെഡ് ഹൾക്ക്. ആ ഒരു ഫയറിന്റെ ഒരു പവർ ഫീച്ചറും കൂടി ഈ ഒരു ഹൾക്കിനുണ്ട്. ഇതിൽ മെയിനായിട്ട് ഓഫ്കോഴ്സ് ആ ഒരു റിപ്പോർട്ടറിന്റെ ഒരു ഡയലോഗാണ് വെൻ ആർ ദി റെഡ്. അതായത് ഗ്രീൻ കളറുള്ള ഹൾക്കിന് കണ്ടതിന് ശേഷം ആദ്യമായിട്ടാണ് റെഡ് ഹൾക്കിന്റെ ഒരു അപ്പിയറൻസ് വരുന്നത് MCUലാണെങ്കിലും അതുപോലെ തന്നെ ലൈവ് ആക്ഷനിലും. സോ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് എന്തായാലും ഒരു കട്ട ആക്ഷൻ പാക്ഡ് സാധനം തന്നെയായിരിക്കും. എനിക്കറിഞ്ഞൂടാ, ഇപ്രാവശ്യം ഈ ഒരു ഹൾക്കെങ്കിലും ഭയങ്കര വയലന്റ് ആയിട്ടുള്ള ഒരു ഹൾക്കായിട്ട് തന്നെയായിരിക്കും കാണിക്കാൻ പോകുന്നത്. കാരണം ഹി ഈസ് നോട്ട് ഗോയിങ് ടു ബി ഈസി ടു പുട്ട് ഡൗൺ. അതായത് നോർമൽ ആയിട്ടുള്ള ആ ഒരു പ്രസിഡന്റ് തണ്ടർബോൾട്ട് റോസും അത്രയും സ്ട്രോങ് ആണ്. സോ റെഡ് ഹൾക്ക് ആയിട്ടുള്ള സിറ്റുവേഷനിൽ എന്തായിരിക്കും നമുക്ക് അറിയാം. സോ ഈ ഒരു ട്രെയിലർ ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തുന്നത് വിന്റർ സോൾജറിന്റെ ആ ഒരു മൂഡാണ്. അതായത് ഒരു പൊളിറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും അതുപോലെ തന്നെ നിരവധി മൾട്ടിപ്പിൾ ഷോർട്സ് ഒറ്റ സ്ക്രീനിൽ ഇങ്ങനെ കാണിച്ചു പോകുന്നുണ്ട്. പിന്നെ മാർവൽ സ്റ്റുഡിയോസിന്റെ ലെറ്ററിങ് ഒരു വൈറ്റ് ലെറ്ററിങ് കൊടുത്തിട്ടുണ്ട് ടൈറ്റിലിനൊക്കെ. ആൻഡ് ദിസ് മൂവി ഫെബ്രുവരി 14 2025 റിലീസ് ചെയ്യുന്നത്. വെരി വെരി എക്സൈറ്റഡ് ബിക്കോസ് ക്യാപ്റ്റൻ അമേരിക്ക മൂവീസ് ആർ ടോട്ടലി ഡിഫറെന്റ്. വെരി എക്സൈറ്റഡ് ടു സീ ദ റെഡ് ഹൾക്ക്. അതുപോലെ തന്നെ ദ ലീഡർ എന്ന ആ ഒരു വില്ലനെ കാണാനായിട്ടും വെയിറ്റിംഗ് ആണ്. സോ ലെറ്റ്സ് സീ what MCU has in store for us. I'll see you guys in the next video. Take care.